ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമില്ല. നിങ്ങൾ തന്നെ കുറേ കമൻസിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ വളർത്തുന്ന ഗപ്പീസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒരു ഫാം ടൂർ പോലെ നമ്മുടെ എല്ലാ ഗപ്പീസിനെയും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. പിന്നെ രണ്ട് കാര്യങ്ങളുള്ളത്, ഒന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കുറേ പേര് വിളിക്കാറുണ്ട്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് കോൾ എടുക്കാൻ പറ്റാറില്ല. വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണെന്ന് വെച്ചാൽ എനിക്ക് ടൈം കിട്ടുമ്പോൾ ആ ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ റിപ്ലൈ ചെയ്തിട്ടേക്കാം. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും ഞാൻ എന്തായാലും റിപ്ലൈ തരും, ഉറപ്പായിട്ട് റിപ്ലൈ തരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. നമ്മുടെ വാട്സപ്പ് നമ്പറാണത്. അപ്പോൾ അതിനകത്തേക്ക് മാക്സിമം കോൾ ചെയ്യുന്നത് ഒഴിവാക്കുക. പിന്നെയുള്ള കേസ്, നമുക്കിപ്പോൾ റെഡിലി നമുക്ക് ഫിഷ് ഒന്നും സെയിലിനായിട്ട് അവൈലബിൾ അല്ല. സെയിൽ പോസ്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റയിലും ടിക്ടോക്കിലും ഒക്കെയാണ്. നമുക്ക് യൂട്യൂബിൻ്റെ ഇങ്ങനത്തെ വലിയ വീഡിയോസിലൊക്കെ സെയിൽസിൻ്റെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അഥവാ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാനൊന്നും പറ്റാണ്ട് വരും. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ സെയിൽസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് നമ്മുടെ ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ ഇടാം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ ഒക്കെ. സെയിൽസിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ്സൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാം. നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. ഞാൻ ടിക്ടോക്കിലിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റയിലും എഫിലും ഒക്കെ ഇടാറാണ് പതിവ്, സെയിൽസിൻ്റെ പോസ്റ്റ് വരാൻ നേരത്ത്. അപ്പോൾ എന്താ, നമുക്ക് നമ്മുടെ പിള്ളേരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു പടുതാക്കുളത്തിൽ നമ്മുടെ മിക്സഡ് ഗപ്പീസും അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പാർട്ടീഷൻ പോലെ ആക്കിയിട്ട് കുറച്ച് നമ്മുടെ പ്ലാറ്റിനം റെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 12-13ഓളം ഫ്രിഡ്ജ് ബോക്സിലും പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ടബുകളിലൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ഓരോന്നിലും ഓരോരോ ബ്രീഡാണ് ഇട്ടേക്കുന്നത്. നമുക്ക് എല്ലാവരെയും വിശദമായിട്ട് പരിചയപ്പെടാം. ഇതാണ് എൻ്റെ വീട്. അവിടെ നേരെ മുന്നിൽ തന്നെയാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള കുറച്ച് പേർക്ക് അറിയാം, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് വരാനായിട്ട് അധികം പ്രോത്സാഹിപ്പിക്കാത്തത്, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്നാൽ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാൻ തുടങ്ങിയാലോ. പിന്നെ നമുക്കുള്ളത് ഒരു ഗ്ലാസ് ടാങ്കാണ് കേട്ടോ. ഒരേ ഒരു എന്താ പറയുക അക്വേറിയം നമുക്കുള്ളൂ. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൽ നമ്മൾ ആൽബിനോ ഫുൾ റെഡിനാണ് ഇട്ടേക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഒരു ജുവനൈൽ സൈസുള്ളൊരു ഇതുമുണ്ട്, ജുവനൈൽ സൈസുള്ളൊരു ബാച്ചും ഉണ്ട്, പിന്നെ കുഞ്ഞുങ്ങളും ഉണ്ട്. ശരിക്കും ഇവരുടെ ബ്രൂഡ് സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ ഇല്ല. നിങ്ങൾ പഴയ വീഡിയോസിലേക്ക് കുറേ കണ്ടിട്ടുണ്ടാവും. ഇവരുടെ ബ്രൂഡ് സ്റ്റോക്കൊക്കെ നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ കുറേ അഭിനയിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട്, കഴിഞ്ഞ ദിവസമല്ല ഒരു 2-ആഴ്ചയോളം ആയിട്ടുണ്ട്, ആൾ വന്നിട്ട് അത് തന്നെ വേണം എന്നുള്ള വാശിയിൽ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ ഇതിന് മുന്നുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രൂഡ് സ്റ്റോക്ക് വാങ്ങരുത് അല്ലെങ്കിൽ ബ്രീഡിംഗ് പെയർ വാങ്ങരുതെന്ന്. ഇത് അവരുടെ ഒരു വിഷ്വലാണ്, ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചിരുന്നതാണ് നിങ്ങളെ കാണിക്കാനായിട്ട്. ഇവരാണ് നമ്മുടെ ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കി അതിനകത്തൊക്കെ ഇട്ട് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാക്കി ഇട്ടുമൊക്കെ ചെയ്തത്. നമ്മുടെ ബ്രീഡിംഗ് ബോക്സിൻ്റെ വീഡിയോയിലൊക്കെ ഉള്ളത് നമ്മുടെ ഈ ഗപ്പീസാണ്. ഇതായിരുന്നു ഇവരുടെ ഫീമെയിൽ. 4 ഫീമെയിലും 3 മെയിലും ആയിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത്. ഫുള്ള് ഒരാൾ വന്ന് വാങ്ങിയിട്ട് പോയി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ വലിയ ആൽബിനോ ഫുൾ റെഡ് ഇല്ല. ജൂനിയർ സൈസിൽ 3-4 പേര് കാണും, ബാക്കിയെല്ലാം സെയിൽ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടീമിനെ പരിചയപ്പെടാം. ഇത് നമ്മുടെ പ്ലാറ്റിനം യെല്ലോയുടെ ജുവനൈൽസിനെ മാറ്റിയിരിക്കുന്നതാണ്. ഞാനപ്പോൾ മെയിലിനെയും ഫീമെയിലിനെയും ജസ്റ്റ് ഇതിൽ തന്നെ ഒരു കേജ് ഉണ്ടാക്കി, ഒരു ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ ഒരു കേജ് ഉണ്ടാക്കിയിട്ട് മെയിലിനെ അതിനകത്തും ഫീമെയിൽസിനെ പുറത്തുവിട്ടേക്കാണ്. അതിപ്പോൾ ഫീമെയിൽസ് കുറച്ച് നമ്പേഴ്സ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഫീമെയിൽസിനെ പുറത്തിട്ട്, അല്ലെങ്കിൽ മെയിലിനെയാണ് സാധാരണ അങ്ങനെ പുറത്തിടാറുള്ളത്. ഇവരതിനിപ്പോൾ സെയിലിനുള്ളൊരു 4-5 പേരുണ്ട്. അത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടേക്കുന്നതാണ്. ഇപ്പോൾ കൊറിയർ കുറച്ച് ഇഷ്യൂ ആയതുകൊണ്ട് മാത്രം അത് അയച്ച് കൊടുക്കാണ്ടിരിക്കുന്നതാണ്. ബാക്കിയെല്ലാം നമുക്ക് ബുക്ക്ഡാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സെയിലിനായിട്ട് വേറെ അവൈലബിൾ ആയിട്ടൊന്നും ഇല്ല എന്നുള്ളത്. ഇതിൽ കാണുന്ന ഈ വലിയ പേരുകൾ 3 ആണും ഒരു 6 പെണ്ണും ഉണ്ടാകും. 3 ട്രിയോ ആണ്. അത് ഓൾറെഡി നമുക്ക് ബുക്ക് ചെയ്തിട്ടേക്കുന്നതാണ്. ഇവരെ പിന്നെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് നല്ല ഡിമാൻഡാണ് ഇവർക്ക്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ഗോൾഡിൻ്റെ എഫക്റ്റാണ്. പക്ഷേ സൈഡ് വ്യൂവിന് അത്ര ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നില്ല, ഒരു പ്ലാറ്റിനം യെല്ലോയുടെ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഈ പ്ലാറ്റിനം യെല്ലോയും ഫുൾ ഗോൾഡും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന്. കണ്ടാൽ പെട്ടെന്ന് ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ആൾക്കാരാണ് നമ്മുടെ HB ബ്ലൂ. HB ബ്ലൂവിൻ്റെയും അതുപോലെ തന്നെ ജുവനൈൽ സൈസ് ആവാറായിട്ടേ ഉള്ളൂ, ആയിട്ടില്ല. HB ബ്ലൂവിൻ്റെ ഫീമെയിലാണത്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് തന്നെ ഒരു കേജ് ഉണ്ടാക്കിയിട്ട് ആ കേജിൽ ഞാൻ ഫീമെയിലിനെയും പുറത്ത് മെയിലിനെയാണ് ഇട്ടേക്കുന്നത്. ആ മെയിൽ കുറച്ച് കൂടുതലൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇത്തിരി കൂടെ ഗ്രോൺ ആയിട്ട് നമുക്ക് ഈ ടാങ്കിലേക്ക് മാറ്റണം. അതുകൊണ്ടാണ് നമ്മൾ ഫീമെയിൽസിനെ അതിന് ഉള്ളിലാക്കിയിട്ട് മെയിലിനെ പുറത്തിട്ടേക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു 4-5 മെയിലേ ഉണ്ടാകത്തുള്ളൂ. ഇതും ജുവനൈൽ സൈസിലേക്ക് എത്തി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മുടെ ഉള്ളത് HB ബ്ലൂ എന്ന് പറയുന്നത് F1 ക്വാളിറ്റി ഉള്ളതാണ് ഇവരുടെ പാരൻസ്. അപ്പോൾ ഇവരെ F2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാരൻസാണ് ഇവരുടേത്. നമ്മൾ നല്ല രീതിയിൽ ഫീഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ വളർന്നു വരും ഇവർ. ഞാൻ ജസ്റ്റ് ഒരു മെയിലിനെ എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിപ്പോൾ ജുവനൈൽ ടൈപ്പ് ആവാറാവുന്നതേ ഉള്ളൂ.
എന്നിട്ട് തന്നെ നല്ല കളറും നല്ല ആക്റ്റീവാണ്. നല്ല ടൈലിനൊക്കെ നല്ല ബ്ലൂ കളറൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ 2-3 കൂടെ പിടിച്ചാണ്. കണ്ടില്ലേ, നല്ലപോലെ ആ വാലിൻ്റെ ആ ഒരു പാറ്റേൺ ഒക്കെ കറക്റ്റ് ആയിട്ട് വരും നമ്മൾ എടുക്കുന്ന മീൻ ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ അതാണ് നമുക്കും വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അധികം ഇങ്ങനെ വെച്ച് സ്ട്രെസ് ചെയ്യണ്ട, തിരിച്ച് ആ ടാങ്കിലേക്ക് തന്നെ ഇടാം. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ഫ്രിഡ്ജ് ബോക്സ് ആണ്. പിന്നെ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്, നമ്മുടെ ആ ഫീമെയിൽസിൻ്റെ കൂടെ കിടക്കുന്നതിനകത്ത് അധികം ബ്ലൂ ഷെയ്ഡൊന്നും വരാത്ത ഒരെണ്ണം ഉണ്ട്. പക്ഷേ കണ്ടിട്ട് മെയിലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ഇവരുടെ കളർ വെച്ചിട്ടാണ് ഞാൻ മെയിലും ഫീമെയിലും തിരിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ആ പോകുന്ന സാധനം നമുക്കതിനെ ജസ്റ്റ് ഒരു ഗ്ലാസ്സിലെടുത്തിട്ടൊന്ന് നോക്കാം. അതിൻ്റെ താഴത്ത് വരുന്ന ആ ഫിൻ, അത് നമ്മുടെ ഫീമെയിലാണെങ്കിൽ ആ താഴെ വരുന്ന ഫിൻ ഒരു റൗണ്ട് ഷേപ്പ് ആയിരിക്കും. മെയിലാണെങ്കിൽ ആ താഴെ വരുന്ന ഫിൻ ഒരു ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ കൂർത്തിരിക്കും. അപ്പോൾ അതൊന്ന് നല്ലപോലെ ചെക്ക് ചെയ്യണം. അപ്പോൾ തീരെ കുഞ്ഞിനെ തന്നെയൊക്കെ അത് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് നല്ല എക്സ്പീരിയൻസ് വേണം. എനിക്ക് അങ്ങനത്തെ പെട്ടെന്ന് അത് മനസ്സിലാവാറില്ല. കുറച്ചുകൂടി വലിപ്പമായി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നോക്കി കണ്ടുപിടിക്കാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെയിലാണ്. താഴെയുള്ള ഫിൻ കണ്ടു, താഴെയുള്ള ഫിൻ നേരെ ബാക്കോട്ട് കൂർത്തിരിക്കുന്നുണ്ടോ, ഇത് മെയിലാണ്. ഇതിൻ്റെ കളർ നോക്കി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് മെയിലാണ്. അടുത്ത ടാങ്കിൽ നമ്മുടെ ഈ ഫാമിലുള്ളതിൽ വെച്ച് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗപ്പീസാണ്. സാന്താക്ലോസ് എന്നാണ് ഇവരുടെ പേര്. ഇത് നമ്മുടെ അടുത്ത് കുറേ പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ബാച്ച് നമ്മുടെ അടുത്ത് കുറേ പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബ്രോഡ് സ്റ്റോക്കാണ് കേട്ടോ. ഇതിനകത്ത് 1-2 ഫീമെയിൽ കാണും നമ്മുടെ കഴിഞ്ഞ ബാച്ചിലുള്ള, ബാക്കിയെല്ലാം സെയിലായിരുന്നു. പിന്നെ ഇവർ ബ്ലാക്ക് ഐ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഞാനങ്ങനെ ബ്രീഡിംഗ് കേജിൽ ഇട്ട് വെക്കാറില്ല. ഇതിനകത്ത് തന്നെ നമ്മൾ അത്യാവശ്യം ഫോക്സ് ടെയിൽ പോലെയുള്ള പായലുകളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കുഞ്ഞിറങ്ങിയാലും ഇതിനകത്ത് ഈ പായലിനകത്ത് കയറി നിന്നോളും. പക്ഷേ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യണം, കറക്റ്റ് ടൈമിലെടുത്ത് മാറ്റണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അതായത് ഇതിനകത്ത് കുഞ്ഞിറങ്ങി കിടപ്പുണ്ട്. ഇന്ന് രാവിലെ ഇറങ്ങിക്കുന്ന കുഞ്ഞുങ്ങളാണത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ കുറച്ച് കുഞ്ഞ് നിൽക്കുന്നുണ്ട്. നോക്കട്ടെ, ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ കുഞ്ഞ് നിൽപ്പുണ്ട്. ഈ പായൽ കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ വന്ന് ഇവരെ കഴിക്കത്തൊന്നുമില്ല. ഡെയിലി പക്ഷേ പിടിച്ച് മാറ്റണം കേട്ടോ. ഡെയിലി പിടിച്ച് കുഞ്ഞിനെ മാറ്റിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഗപ്പീസിൻ്റെയും പറയാറുണ്ട്, നമ്മൾ ചില ഗപ്പികൾക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ ആയിരിക്കും ഭംഗി, ചില ഗപ്പികൾക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആയിരിക്കും ഭംഗി എന്നുള്ളത്. പക്ഷേ ഇവരുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 വ്യൂ, ഇപ്പോൾ തന്നെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വൈറ്റ് ഇയറും വൈറ്റ് കളറും ആ ഗോൾഡ് റെഡ് മിക്സ് ആയിട്ടുള്ള ടെയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇവരെ കാണാനായിട്ട്. അതുപോലെ ഇവിടെ ഫീമെയിലിനാണെങ്കിൽ ഒരു വൈറ്റ് ആയിട്ടുള്ള ടെയിലൊക്കെയാണ് വരുന്നത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ. ആ ഇയറാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു എന്താ പറയണ്ടേ, ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാനായിട്ട്. ഇനിയിപ്പോൾ സൈഡ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു സൈഡ് വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, സൈഡ് വ്യൂ ആണെങ്കിലും പക്ക വൈറ്റ് ബോഡിയും അതേപോലെ ആ ഒരു സാന്റ എന്ന് പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു റെഡും വൈറ്റും ആയിട്ടുള്ള മിക്സിംഗ് ആണ് ഇവരുടെ ടെയിലിലുള്ളത്. അപ്പോൾ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ആരായാലും ഇവരെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് നോക്കി നിന്ന് പോകും. പിന്നെ ബ്ലാക്ക് ഐ ആയതുകൊണ്ട് തന്നെ അത്ര വലിയൊരു കെയറിംഗ് ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് അങ്ങനെ ചത്തു പോകുന്ന ടൈപ്പൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയ ഒരു ടൈപ്പാണ്. പിന്നെ കുറച്ച് റേറ്റ് കൂടുതലാണ് സാധാരണ ഒരു ലോ ബഡ്ജറ്റിനേക്കാൾ. ഓക്കെ, അപ്പോൾ ഇവരുടെ ടാങ്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളത് ഒരു ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് ബോക്സ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ റൂമിൽ നമ്മൾ ഇട്ടേക്കുന്നത് നമ്മളൊരു എന്താ ചെയ്യുക, ഒരു ക്രോസ് ബ്രീഡിങ് ഒരു പരീക്ഷണം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡംബോ മൊസൈക്കിൻ്റെ ഫീമെയിലും പ്ലാറ്റിനം റെഡിൻ്റെ മെയിലും കൂടെ വെച്ചിട്ടുള്ളത്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളാണ്, വലുതായി കഴിഞ്ഞിട്ട് ഇവരുടെ റിസൾട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 3 ഫ്രിഡ്ജ് ബോക്സോളം കണ്ടു കഴിഞ്ഞു. ഒരെണ്ണം ചെറിയൊരു ബോക്സും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോവാം. ഇതിലുള്ളത് നമ്മുടെ ക്യാപ്പുള്ള മച്ചാന്മാരാണ്, നമ്മുടെ കോയി ടെക്സിഡോസ് ആണ്. ഇത് നമ്മുടെ ബ്രീഡിംഗ് പേരുകളാണ് കിടക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരു ബാച്ച് എന്താ പറയുക, ഒരു 3 ട്രിയോ കാണും. ആ ട്രിയോ ഓൾറെഡി നമുക്കൊരാൾ കാശൊക്കെ തന്ന് ബുക്ക് ചെയ്തിട്ടേക്കാണ്. കൊറിയറിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രം കൊടുക്കാനിട്ടേക്കുവാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ സെയിലിനൊന്നുമില്ല, നമ്മുടെ ബ്രൂഡ് സ്റ്റോക്ക് മാത്രമേ കിടപ്പുള്ളൂ. വലിയ ഫീമെയിൽസും വലിയ മെയിലും മാത്രമേ ഇതിനകത്ത് ഇപ്പോൾ കിടപ്പുള്ളൂ. ഇവരെയും നല്ല രസമാണ് മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ. ടോപ്പ് വ്യൂ നല്ല ഭംഗിയാണ്, നല്ല ക്യാപ്പൊക്കെ വരും. ഫീമെയിലിന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ക്യാപ്പുള്ളത് ഈ ഒരു കോയി ടെക്സിഡോ പിന്നെ അതേപോലെ ആൽബിനോ കോയി ആ ഒരു ടൈപ്പിനൊക്കെ ഉള്ളൂ ഫീമെയിലിന് ഇങ്ങനെ ഒരു നല്ല ഭംഗി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മെയിലിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയാണ് ഇവരുടെ ഫീമെയിലിനെ കാണാനായിട്ട്. പിന്നെ ഇവരും ബ്ലാക്ക് ഐ തന്നെയാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ ബ്രീഡിംഗ് കേജിലായിട്ട് ഇടാറില്ല. പക്ഷേ ഡെയിലി ചെക്ക് ചെയ്യണം കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെ ഞാൻ കുറച്ച് നല്ല ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഫോക്സ് ടെയിൽ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി നിൽക്കാറുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കുഞ്ഞുങ്ങളൊന്നും കാണുന്നില്ല. ഇവരുടെ സൈഡ് വ്യൂ നല്ല ഭംഗിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും, കാരണം നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ടിരുന്ന വീഡിയോ ആണിത്. ഇത് ബ്രീഡിംഗ് പെയറല്ല, ഇത് നമ്മൾ സെയിലായ പെയറാണ്. ജുവനൈൽസിനേക്കാളും കുറച്ചുകൂടി വലിപ്പം ഉണ്ടായിരുന്നു.
കിട്ടുന്നുണ്ട്. അതൊന്ന് ക്വാളിറ്റിയിൽ വേറെ കോംപ്രമൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ റേറ്റ് കുറക്കുമ്പോൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ ബൾക്കായിട്ട് ചെയ്യുന്നവരുടെ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ റേറ്റ് കുറച്ച് വാങ്ങിക്കുക. പക്ഷേ അരുൺബ്രോ അങ്ങനെയല്ല, അർട്ടീമിയൊക്കെ കൊടുത്ത് വളർത്തുന്ന മീനാണ്. എന്നാൽ പോലും ആൾ നല്ല രീതിയിൽ റേറ്റ് കുറച്ചൊക്കെ നമുക്ക് തരും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ടെയിലിൻ്റെ ഒക്കെ സൈസ് കണ്ടില്ല, ഇതൊരു ജുവനൈൽ സൈസ് ആയിട്ടുള്ളൂ ശരിക്കും. ഇതിൻ്റെ ഫീമെയിൽസും ഇതിനെ കൂടെ നോക്കിയാൽ ഒരു ജുവനൈൽ സൈസ് ആയിട്ടുള്ളൂ ശരിക്കും. ഇപ്പോൾ തന്നെ ആ ടെയിലിൻ്റെ ഒക്കെ സൈസ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇവിടെ കുറച്ച് ലൈറ്റ് കുറവുണ്ട്, ഞാൻ ജസ്റ്റ് ലൈറ്റ് ഒന്ന് കൂട്ടാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, കണ്ടില്ലേ ആ വാലിൻ്റെ ഷൈനിങ് ഒക്കെ കണ്ടില്ലേ, വേറെ വേറെ ലെവലാണ് ഇവന്മാർ. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ആശിച്ച് മോഹിച്ചിരുന്ന ഒരു ബ്രീഡാണ് നമ്മൾ വാങ്ങിക്കണം എന്ന് കരുതിയിട്ട്. ജാപ്പനീസ് ബ്ലൂ ടൈൽ കുറേ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ നല്ല റേറ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഒന്നും മടിച്ച് നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ അരുൺബ്രോ നമുക്ക് നല്ല രീതിയിൽ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ തന്നു. ആളിനെ വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ പ്രൈസ് പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, അതൊരു ബ്രീഡറുടെ അവകാശമാണ് ആ ഒരു അയാളുടെ പ്രൊഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുക എന്നുള്ളത്. അപ്പോൾ അരുൺബ്രോനെ വിളിക്കുക, ആവശ്യക്കാരുണ്ടെങ്കിൽ അരുൺബ്രോനെ വിളിക്കുക. പിന്നെ ആൾക്ക് കൊറിയർ ചെയ്യുന്നില്ല, നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം വിളിച്ചാൽ മതി. ആലപ്പുഴ മുഹമ്മയിലാണ് പൊന്നൂസ് അക്വാ ഫാം. ഇത് നമ്മുടെ ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ തന്നെ ഒരു സൈഡ് വ്യൂ ആണ്. ഇത് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിൻ്റെ ബോഡിയിലേക്കൊക്കെ ആ ഒരു ബ്ലൂ കളറൊക്കെ കയറി നല്ല ഭംഗിയാണ് ഇവന്മാർ. ഞാനതിന് മുന്നേ പല പല ഫാമുകളിൽ നിന്നുള്ള സെയിൽ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. സെയിൽസിന് വേണ്ടി സെയിൽ പ്രൊമോഷൻ വേണ്ടിയൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്. ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ അതുപോലെ സെക്സി ബ്ലൂ ഒക്കെ നല്ല രസമാണ് ഇവരുടെ വാലും ആ ഒരു ബോഡിയിലേക്ക് കയറിയിട്ടുള്ള കളറും ഒക്കെ കാണാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഇവനെ വാങ്ങിക്കണം എന്നിട്ട് മോഹം കൊണ്ട് നടക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അത് എങ്ങനെ ഒപ്പിച്ചു, 2 പേർ ജസ്റ്റ് കുഞ്ഞുങ്ങൾ ഇറങ്ങി കിടപ്പുണ്ട്. ഒരു 1-2 ദിവസമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്, ജസ്റ്റ് ഇറങ്ങി കിടപ്പുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് ബാച്ചാണ്. ഇപ്പോൾ ജൂനിയർ സൈസിൽ തന്നെ ബ്രീഡായത്, ഞാൻ ഒരുമിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രീഡായതാണ്. അപ്പോൾ അതിൽ വലിയൊരു ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും ഞാനത് നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരും, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അധികം നേരം നമ്മൾ ക്ലാസ്സിലിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല, അവനെ നമുക്ക് ടാങ്കിലേക്ക് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത്, ഇവർ നിങ്ങൾ മുന്നത്തെ വീഡിയോസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും നമ്മുടെയിലുള്ള ഇല്ല, അവൻ്റെ മെയിലാണ് താഴെ കാണുന്നത്. കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ബാച്ചോളം കുട്ടികൾ ശരിക്കും ഇറങ്ങി കിടപ്പുണ്ട്. പക്ഷേ തീരെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റാൻ നിന്നില്ല. ഇവരതുപോലെ കഴിക്കുന്നതായിട്ടൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. എല്ലാ കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ഫീമെയിലാണിത്. ഇത് ഫീമെയിലിനൊക്കെ നല്ല ഒരു കളറൊക്കെ വരും, വാലിന് ആ ഒരു ഷേപ്പൊക്കെ വരും കറക്റ്റായിട്ട് തന്നെ. ഒരു മെയിലിനെ കൂടെ പിടിക്കാം. എന്താ മെയിലിനെ കണ്ടില്ലേ, മെയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോയിടെക്സിലൂടെ മെയിൽ പോലെയൊക്കെ തന്നെയാണ്. ആ ഒരു ക്യാപ്പ് ഇല്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ.
പിന്നെ കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും മറ്റേ മെയിലിനേക്കാളും. പിന്നെയാണെങ്കിൽ ഇവരുടെ വാലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. വേറെ ഏത് കെപ്പിയാലും വാലിൻ്റെ ആ ഷേപ്പൊക്കെ കറക്റ്റ് ഷേപ്പിൽ തന്നെ ഒന്നും കിട്ടത്തില്ല. പക്ഷേ ഇവർ കറക്റ്റ് ആ ഒരു അഗ്രം, ആ വാലിൻ്റെ ആ ഒരു എഡ്ജസൊക്കെ കറക്റ്റ് റൗണ്ടായിട്ട് തന്നെ വരും. പിന്നെ ആ റെഡ് കളർ അത്യാവശ്യം നമുക്ക് ഒരു മീഡിയം ക്വാളിറ്റി ഫുഡാണ് കൊടുക്കുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ആ ഒരു ടെയിലിൻ്റെ ഒക്കെ കളറ് ഇതേപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള കളർ തന്നെ വരും. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. നമുക്ക് ജസ്റ്റ് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് ഇവരുടെ സൈഡ് വ്യൂ ഒന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല 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 കളർ ഷെയ്ഡാണ് ഇവർ വരുന്നത്. സൈഡ് ബോഡിയൊക്കെ ആ ടെയിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ടെയിലിൻ്റെ ഷേപ്പൊക്കെ നോക്കി കണ്ട കറക്റ്റ് ആ ഒരു അംബർല ഷേപ്പ് പോലെ തന്നെ കറക്റ്റായിട്ട് വിരിഞ്ഞിരിക്കും. മെയിലിൻ്റെ ആയാലും ശരി ഫീമെയിലിൻ്റെ ആയാലും ശരി. ഇതിപ്പോൾ നമ്മളൊരു ഹൈ ക്വാളിറ്റി ആയിട്ട് ഇവരെ കീപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ഇവർ ഇതേ ക്വാളിറ്റി തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതൊക്കെ. അതേപോലെ ബ്ലാക്ക് ഐ ആയതുകൊണ്ട് തന്നെ വലിയൊരു കെയറിംഗ് ഒന്നും ആവശ്യമില്ല. തുടക്കക്കാർക്ക് പറ്റിയ ഒരു ഐറ്റമാണ്, വലിയൊരു ഹൈ റേറ്റ് വരുന്ന ഐറ്റം അല്ല. പിന്നെ ഞാൻ നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, തുടക്കക്കാർ മാക്സിമം റെഡ് കളറുള്ള ഗപ്പീസിനെ തന്നെ എടുത്ത് വളർത്തുന്നതായിരിക്കും നല്ലതെന്നുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ റെഡ് കളറിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യാൻ നേരത്ത് ഈ സാധനങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിൽ ചെയ്യുന്ന സമയത്ത് അധികം നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം അവർ കാണുന്ന ഒരാൾക്കൊരു ഇഷ്ടം തോന്നും. ഇതിപ്പോൾ ഫീമെയിൽ അടുത്ത ബ്രീഡിങ്ങിനായിട്ടുള്ള റെഡിയായി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരെ അങ്ങ് റിലീസ് ചെയ്തിട്ട് അടുത്ത ടബിലുള്ളത് നോക്കാം. ഇതിലിപ്പോൾ നമുക്കിത് കുഞ്ഞുങ്ങൾ ഇറങ്ങി കിടപ്പുണ്ട്. ഇതിപ്പോൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇതിൽ നമ്മുടെ ഇതിൽ ഈ ടബിനടുത്ത് തന്നെ വെച്ചിരിക്കുന്ന സെയിം ആ ഒരു വലിപ്പമുള്ള ടബ് തന്നെയാണ്. അല്ല, ഫീമെയിലിന് അങ്ങനെ പറയത്തക്ക കളറൊന്നുമില്ല, ജസ്റ്റ് ഒരു ബ്ലാക്ക് ടെയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടീമിൽ നോക്കാം. ഇവരെ നിങ്ങൾക്ക് ഓൾറെഡി പരിചയം ഉണ്ടാകും. നമ്മുടെ ആദ്യത്തെ വീഡിയോസിൽ മുതൽ നമ്മുടെ എല്ലാ വീഡിയോസിലും കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചില്ലി മൊസൈക്ക് ഡംബോയർ. ഇവർ ഓൾമോസ്റ്റ് സെയിൽസ് ഞാൻ കഴിഞ്ഞു, സെയിൽസ് തീർന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇവർ ഇയറുള്ള ഐറ്റംസ് എല്ലാം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ചുമ്മാ ചില്ലി റെഡ് മൊസൈക്ക് എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇതിപ്പോൾ 1-2 ജസ്റ്റ് ഇയറുള്ളത് കിടപ്പുണ്ട്. ബാക്കിയെല്ലാം ഇയറുള്ളതെല്ലാം ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ എടുത്തുകൊണ്ട് പോയി. ഇവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വളർത്താൻ തുടങ്ങിയ ഐറ്റത്തിലൊന്നാണ്. അത് മാത്രമല്ല, നല്ലപോലെ എണ്ണങ്ങൾ വരും. ജസ്റ്റ് ഇപ്പോൾ കൈ കാണിച്ചാലാണെന്നുണ്ടെങ്കിൽ ഇവർ ഒത്തിരി ഇങ്ങനെ ഓടി വന്ന് നമ്മളെല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ച് തീറ്റ കൊടുക്കുന്നത് അത് കൂടുതലും ഇവർക്കാണ്. ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇവർ, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി. ഞാൻ ഇവരെ സെയിൽ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കയ്യും കണക്കും ഇല്ലാന്ന് തന്നെ പറയാം.
ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ടോപ്പ് വ്യൂ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇയറുള്ള സാധനത്തിനൊക്കെ നമ്മൾ ടോപ്പ് വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയായിരിക്കും. അക്വേറിയത്തിനാണെന്നുണ്ടെങ്കിലും ഇവരുടെ ടോപ്പ് വ്യൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ആര് വന്ന് കണ്ടാലും എടുക്കുവന്മാരെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടീമിനെ നോക്കാം. ചിലരുടെ ടാങ്കിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഈ രണ്ടെണ്ണത്തിനകത്ത് ഒരെണ്ണത്തിൽ നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ തന്നെ ബിഗ് ഗിയർ ആയിട്ടുള്ള ഒരു രണ്ട് പെയർ ഒരു ഫീമെയിൽ എക്സ്ട്രായും ഉണ്ട്. അതും ജുവനൈൽ സൈസ് ആയിരുന്നപ്പോൾ വാങ്ങിച്ചതാണ് നമ്മൾ. ഇപ്പോൾ അവർ ഏകദേശം ബ്രീഡിങ് സൈസിലേക്ക് ആയപ്പോൾ ഞാൻ ഒരുമിച്ചിട്ടതാണ്. ഇയറൊക്കെ ഇനിയും വളർന്ന് വരാനായിട്ടുണ്ട്. ഇയർ ഇപ്പോൾ അത്രയും വലിയൊരു ക്വാളിറ്റിയിലൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഇയർ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. കണ്ടല്ലേ, 2 മെയിലും ഉണ്ട്, ഒരു 3 ഫീമെയിലും ഉണ്ട്. അതിൽ 2 ഫീമെയിൽ ഇപ്പോൾ ബ്രീഡിങ് സൈസ് ആയിട്ടുണ്ട്, ബ്രീഡിങ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ബ്രീഡിങ് പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഫീമെയിൽ കുറച്ച് ചെറുതാണ്. ഇവരെ ഞാൻ എന്തായാലും ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കാണിക്കുന്നില്ല. വേറൊന്നുമല്ല, അവർ ആ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടേക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുമായിട്ട് അത്ര വലിയ ഇണക്കമൊന്നും ആയിട്ടില്ല. ഞാൻ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഓടി മാറുന്നൊക്കെ ഉണ്ട്. ഇവന്മാർ നമ്മുടെ താമര ഇലയുടെ അടിയിലും താമര ഇലയുടെ സൈഡിലും ഒക്കെ വന്നിരുന്നിട്ട് ഒരുമാതിരി പുഴു കരണ്ട് തിന്നണ പോലെ ഇല കരണ്ട് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇവന്മാരുണ്ട്, ഇവന്മാരെ ഇതിനേക്കാളും കുറച്ചുകൂടി ചെറിയൊരു ടൈപ്പ് ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. ഇല തിന്ന് വരുമ്പോൾ പതിയെ അത് ചീഞ്ഞിട്ട് ഇല മൊത്തത്തിൽ ചീഞ്ഞ് പിന്നെ തണ്ടും അങ്ങോട്ട് ചീഞ്ഞ് ആ ഒരു ചെടി മൊത്തത്തിൽ നശിച്ചു പോകാനുണ്ടായത്. 1-2 അങ്ങനെ പോയി. അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ടുപോയി കുളത്തിലേക്ക് വെച്ചു. ഈ പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് നേരെ കൊണ്ടുപോയി നമ്മുടെ നാച്ചുറൽ
ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഡാമേജോ ഒന്നും വരുന്നില്ല. കണ്ടോ, നമ്മളിപ്പോൾ ഏകദേശം ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്.